Good morning. Today we are going to discuss quark dynamics. നമുക്കറിയാം ഒരു ആറ്റം എന്ന് പറയുന്നത് ഒരു സെൻട്രൽ ന്യൂക്ലിയസ് ഉണ്ട്, അതുപോലെ തന്നെ അതിനെ സറൗണ്ട് ചെയ്തുകൊണ്ട് ഇലക്ട്രോൺസും ഉണ്ട്. ഇതിനെയാണ് നമ്മളൊരു ആറ്റം എന്ന് പറയുന്നത്. ഇനി നമ്മളൊരു ആറ്റത്തിൻ്റെ കേസിൽ നിങ്ങൾ അതിന് ഹൈ എനർജി കൊടുക്കുകയാണെങ്കിൽ നമുക്കിതിൽ നിന്ന് ഇലക്ട്രോൺസിനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും അല്ലേ. അതിനാണ് നമ്മൾ ആറ്റം അയണൈസ്ഡ് സ്റ്റേറ്റിലാണെന്ന് പറയും. അപ്പോൾ അതിൽ നമുക്ക് വേണമെങ്കിൽ ഇതിനുള്ള ഇലക്ട്രോൺസിനെ നമുക്ക് ഹൈ എനർജി കൊടുത്ത് സെപ്പറേറ്റ് ചെയ്യാം. അതല്ല നിങ്ങൾ വീണ്ടും വളരെ ഹൈ എനർജിയിലേക്ക് പോകുകയാണെങ്കിൽ ന്യൂക്ലിയസിൽ നിന്നുള്ള ന്യൂട്രോൺസിനെയും പ്രോട്ടോൺസിനെയൊക്കെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ കഴിയും. അപ്പോൾ അതുകൊണ്ടൊരു ആറ്റത്തിൻ്റെ കേസിൽ നിങ്ങൾ കൊടുക്കുന്ന എനർജി ഹൈ എനർജിയിലേക്ക് പോകുന്നതനുസരിച്ച് നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ന്യൂട്രോൺസിനെയും പ്രോട്ടോൺസിനെയും ഇലക്ട്രോൺസിനെയൊക്കെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ന്യൂട്രോൺസിനെയും പ്രോട്ടോൺസിനെയും ഇലക്ട്രോൺസിനെയൊക്കെ ഇൻഡിവിജ്വലായിട്ട് ഒബ്സർവ് ചെയ്യാൻ കഴിയും. അപ്പോൾ നമുക്കറിയാം ന്യൂട്രോൺ എന്ന് പറയുന്നത് ഒരു 3 ക്വാർക്ക് കോമ്പിനേഷനാണ്. 2 ഡൗൺ ക്വാർക്കിൻ്റെയും ഒരു അപ്പ് ക്വാർക്കിൻ്റെയും കോമ്പിനേഷനാണ് ന്യൂട്രോൺ. അല്ലെങ്കിൽ പ്രോട്ടോൺ എന്ന് പറയുന്നത് 2 അപ്പ് ക്വാർക്കിൻ്റെയും ഒരു ഡൗൺ ക്വാർക്കിൻ്റെയും കോമ്പിനേഷനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് നിങ്ങൾ ഹൈ എനർജി കൊടുത്ത് ഒരു ആറ്റത്തിൽ നിന്ന് ന്യൂട്രോണിനെയും പ്രോട്ടോണിനെയും ഇലക്ട്രോണിനെയും എങ്ങനെ സെപ്പറേറ്റ് ചെയ്യുന്നു, അതുപോലെ തന്നെ നമ്മൾ ഹൈ എനർജി കൊടുക്കുന്നതനുസരിച്ച് നമുക്ക് ഏതിനെയും സെപ്പറേറ്റ് ചെയ്യാൻ കഴിയേണ്ടതാണ്. ഒരു ന്യൂട്രോണിൻ്റെ കേസിൽ നമുക്ക് ഈ പറയുന്ന ഡൗൺ 2 അതിൻ്റെ ഇൻഡിവിജ്വൽ ക്വാർക്സിനെ സെപ്പറേറ്റ് ചെയ്യാൻ കഴിയണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഡൗൺ ക്വാർക്കുകളെയോ അപ്പ് ക്വാർക്കുകളെയൊക്കെ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ കഴിയേണ്ടതാണ്. ഇതാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ എക്സ്പെരിമെൻ്റലായിട്ട് പക്ഷേ നമുക്ക് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ക്വാർക്സിനെ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ കഴിയുന്നില്ല. It looks like the quarks are permanently confined in hadrons, and it is not possible to liberate a single quark by adding more and more energy. അതുപോലെ തന്നെ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒബ്സർവേഷൻ എന്ന് പറയുന്നത്, ഇഫ് യു അനലൈസ് ദി റിസൾട്ട്സ് ഓഫ് ഡീപ്പ് ഇലാസ്റ്റിക് സ്കാറ്ററിംഗ് എക്സ്പീരിയൻസ്, ഇറ്റ് ക്യാൻ ബി ഒബ്സർവ്ഡ് ദാറ്റ് ദീസ് ക്വാർക്സ് മൂവ് ഫ്രീലി അറ്റ് വെരി ഷോർട്ട് ഡിസ്റ്റൻസസ്. അപ്പോൾ ഈ നമ്മൾ പറഞ്ഞ 2 ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള 2 ഒബ്സർവേഷൻസ് ആണ്. ഒന്നെന്ന് പറയുന്നത്, നിങ്ങൾ എത്ര ഹൈ എനർജി കൊടുത്താലും നമുക്ക് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ക്വാർക്സിനെ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ ഇറ്റ് ലുക്സ് ലൈക്ക് ദീസ് ക്വാർക്സ് ആർ പെർമനൻ്റ്ലി കൺഫൈൻഡ് ഇൻ ഹാഡ്രോൺസ്. രണ്ടാമത് പറഞ്ഞ ഒബ്സർവേഷൻ എന്ന് പറഞ്ഞത് വെരി ഷോർട്ട് ഡിസ്റ്റൻസസ്. നമ്മൾ വളരെ ചെറിയ ഡിസ്റ്റൻസിലേക്ക് പോകുമ്പോഴേക്കും ദീസ് ക്വാർക്സ് മൂവ്സ് ആൾമോസ്റ്റ് ഫ്രീലി. And these properties are called infrared slavery and asymptotic freedom. Infrared slavery and asymptotic freedom. So what do you mean by infrared slavery? Infrared slavery means the confinement of quarks within the size of a hadron. So you require infinite amount of energy to liberate a quark. And what do you mean by asymptotic freedom? It means at very short distances these quarks move almost freely like they are not bound at all. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ക്വാർക്സിൻ്റെ കേസിൽ നമ്മൾ കൊണ്ടുവരുന്ന തിയറീസ് കോൺട്രഡിക്ടറി ആയിട്ടുള്ള ഈ 2 പ്രോപ്പർട്ടീസും എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയുന്ന തരത്തിലുള്ളതായിരിക്കണം. We know that the branch of physics that deals with the quantum theory of electromagnetic field is known as quantum electro dynamics or QED. Similarly, the branch of physics that deals with the quantum theory of color field is known as QCD. QCD means quantum Chromo Dynamics. നമുക്കറിയാം, നമ്മൾ ഫണ്ടമെന്റൽ ഇൻട്രാക്ഷൻസ് പറഞ്ഞപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. നമ്മുടെ മോഡേൺ തിയറി വെച്ചിട്ട് നമ്മളൊരു ഫോഴ്സ് എന്ന് പറയുമ്പോഴേക്കും അത് ഏതെങ്കിലും ഒരു പാർട്ടിക്കിൾസിനെ എക്സ്ചേഞ്ച് ചെയ്തുകൊണ്ടാണ് ആ ഫോഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നത്. നമ്മൾ ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഫോഴ്സ് എന്ന് പറയുന്നത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ട്, ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് ഉണ്ട്, സ്ട്രോങ് ഫോഴ്സ് ഉണ്ട്, വീക്ക് ഫോഴ്സ് ഉണ്ട്. അപ്പോൾ ഇതിൽ ഓരോന്നിനും ഒരു മീഡിയേറ്റിംഗ് പാർട്ടിക്കിൾസ് ഉണ്ട്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണെങ്കിൽ അത് ഗ്രാവിറ്റോൺസ് ആണ്. ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സിൻ്റെ കേസിൽ അത് ഫോട്ടോൺസ് ആണ്. സ്ട്രോങ് ഫോഴ്സിൻ്റെ കേസിൽ മീഡിയേറ്റിംഗ് പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് ഗ്ലൂവോൺസ് ആണ്. ഇതുപോലെ തന്നെ നമ്മൾ വീക്ക് ഫോഴ്സിലേക്ക് വരുമ്പോഴത്തേക്കും മീഡിയേറ്റിംഗ് പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് ഏതായിരുന്നു? W ± അല്ലെങ്കിൽ Z0 പാർട്ടിക്കിൾസ് ആയിരുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ 2 ബ്രാഞ്ചസ് QEDയും QCDയിലേക്ക് വരുമ്പോഴേക്കുള്ള തിയറിയിൽ ഉണ്ടാകുന്ന മെയിൻ ഡിഫറൻസ് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നമുക്കറിയാം, ക്വാണ്ടം ഇലക്ട്രോ ഡൈനാമിക്സിലേക്ക് വരുമ്പോഴേക്കും ഇവിടുത്തെ എക്സ്ചേഞ്ചിങ് പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് ഫോട്ടോൺസ് ആണ്. അതായത് ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഏതെങ്കിലും 2 ചാർജ്ഡ് പാർട്ടിക്കിൾ, ഒരു ഇലക്ട്രോണും അതുപോലെ തന്നെ നിങ്ങളൊരു പ്രോട്ടോണും കൺസിഡർ ചെയ്യുന്നു. അപ്പോൾ ഇവ തമ്മിലൊരു ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻട്രാക്ഷൻ ഉണ്ട്. അതിൻ്റെ ഫലമായിട്ട് ഇവ തമ്മിൽ ഏതിനെ എക്സ്ചേഞ്ച് ചെയ്യുന്നുണ്ട്? വിർച്വൽ ഫോട്ടോൺസിനെ എക്സ്ചേഞ്ച് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ഫോട്ടോൺസിൻ്റെ പ്രത്യേകത, ഫോട്ടോൺസ് എന്ന് പറയുന്നത് ന്യൂട്രൽ പാർട്ടിക്കിളാണ്.
So photons carry no electric charges. So photons carry no electric charge and so are unaffected by the electric field. അതായത് ഒരു ഇലക്ട്രോൺ ഒരു ഫോട്ടോണിനെ എക്സ്ചേഞ്ച് ചെയ്താൽ ഇനി ഈ ഇലക്ട്രോണും ഫോട്ടോണും തമ്മിലുള്ള ഇൻട്രാക്ഷൻ പോസിബിൾ അല്ല. കാരണം ഫോട്ടോൺ എന്ന് പറയുന്നത് ചാർജ്ഡ് പാർട്ടിക്കിൾ അല്ല. പക്ഷെ നമ്മൾ QCDയിലേക്ക് വരുമ്പോഴേക്കും കളർ തിയറിയിലേക്ക് വരുമ്പോഴത്തേക്കും സിറ്റുവേഷൻസ് ഡിഫറെൻ്റ് ആണ്. നമ്മൾ പറഞ്ഞാണ് ഗ്ലൂവോൺസ് ഇവിടുത്തെ മീഡിയേറ്റിംഗ് പാർട്ടിക്കിൾ ഗ്ലൂവോൺസ് ആണ്. പക്ഷേ ഗ്ലൂവോൺസിന് എന്തുണ്ട്? ഗ്ലൂവോൺസിനൊരു കളറുണ്ട്. നമ്മൾ പറയും നമ്മൾ 8 ടൈപ്സ് ഓഫ് ഗ്ലൂവോൺസ് ഉണ്ടെന്ന് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പം ഓരോ ഗ്ലൂവോൺസിനും അതിൻ്റെതായ ഒരു കളർ ചാർജും ഉണ്ടാകും. So each gluon carry a net color and therefore interact directly with the quarks. It means a quark can emit a gluon and then interact with it and create additional gluons. But a photon cannot itself exchange photons with the nearby charges. അല്ലേ? അതായത് നിങ്ങൾ രണ്ട് അപ്പ് ക്വാർക്കുകൾ തമ്മിൽ നിങ്ങൾ ഒരു ഇൻട്രാക്ഷൻ പറയുമ്പോഴേക്കും നമ്മൾ രണ്ട് അപ്പ് ക്വാർക്കുകൾ തമ്മിലുള്ള ഇൻട്രാക്ഷനും അതുപോലെ തന്നെ രണ്ട് ചാർജ്ഡ് പാർട്ടിക്കിൾ തമ്മിലുള്ള ഇൻട്രാക്ഷൻ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോഴേക്കും ഇവിടെ എക്സ്ചേഞ്ച് ചെയ്യപ്പെടുന്നത് ഫോട്ടോൺ ആണ്, ഇവിടെ എക്സ്ചേഞ്ച് ചെയ്യപ്പെടുന്നത് ചാർജ്ഡ് ഗ്ലൂവോൺസ് ആണ്. ഇവിടെ നിങ്ങൾ ഫോട്ടോൺ എക്സ്ചേഞ്ച് ചെയ്യപ്പെട്ടാൽ ഇത് ന്യൂട്രൽ പാർട്ടിക്കിൾ ആയതുകൊണ്ട് തന്നെ ഈ ഫോട്ടോൺ ഇനി ഈ പാർട്ടിക്കിളുമായിട്ട് ഡയറക്റ്റ് ഇൻട്രാക്ഷൻ പോസിബിൾ അല്ല. പക്ഷെ ഇവിടെ നിങ്ങളൊരു ക്വാർക്ക് ഒരു ഗ്ലൂവോണെ എക്സ്ചേഞ്ച് ചെയ്താൽ ഈ ക്വാർക്കിനും ഒരു ചാർജ് ഉണ്ട്, ഗ്ലൂവോണിനും ഒരു ചാർജ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇവ തമ്മിൽ വീണ്ടും ഈ ഗ്ലൂവോണും ഈ ക്വാർക്കും തമ്മിലുള്ള ഇൻട്രാക്ഷൻ പോസിബിൾ ആണ്. So a quark can emit a gluon and then interact with it and create additional quarks. And this property of gluons forces QCD into a considerable level of mathematical complexity. നമ്മൾ ഇതിൻ്റെ വളരെ മാത്തമെറ്റിക്കൽ ആയിട്ടുള്ള ഡീറ്റെയിൽസ് ഒന്നും നമുക്ക് ആവശ്യമില്ല. We have already mentioned that any successful theory of quark interactions must be able to explain the properties of quarks, that is the infrared slavery and asymptotic freedom. Now when coming to the electromagnetic interactions, when an electron emits a virtual photons, there is no change in the charge of an electron. അതായത് നമ്മളൊരു ഇലക്ട്രോൺ എന്തിനെ എമിറ്റ് ചെയ്യുന്നു? ഇത് വിർച്വൽ ഫോട്ടോൺസിനെ എമിറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇത് വിർച്വൽ ഫോട്ടോൺസിനെ എമിറ്റ് ചെയ്യുമ്പോഴേക്കും ഇതിൻ്റെ ചാർജിന് വ്യത്യാസമൊന്നുമില്ല. കാരണം ഫോട്ടോൺസ് എന്ന് പറയുന്നത് ന്യൂട്രൽ പാർട്ടിക്കിളാണ്. അതുകൊണ്ട് ഈ ഇലക്ട്രോൺ വിർച്വൽ ഫോട്ടോൺസിനെ എമിറ്റ് ചെയ്താലും ഇതിൻ്റെ ചാർജ് അത്ര തന്നെയാണ്, 1.6 × 10⁻⁻⁹ കൂളം തന്നെയാണ്. ഇനി യാതൊരു മാറ്റവുമില്ല. പക്ഷേ നമ്മൾ ക്വാർക്സിൻ്റെ കേസിലേക്ക് വരുമ്പോഴേക്കും നമ്മൾ പറഞ്ഞു ക്വാർക്സ് എക്സ്ചേഞ്ച് ചെയ്യുന്നത് ഗ്ലൂവോൺസിനെയാണ്. ഗ്ലൂവോൺസ് എന്ന് പറയുന്നത് ചാർജ് ഉണ്ട്. നമ്മളൊരു പ്രോട്ടോണാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ഒരു പ്രോട്ടോൺ എന്ന് പറഞ്ഞാൽ ഹാഡ്രോൺ ആണ്. അതായത് രണ്ട് അപ്പ് ക്വാർക്കിൻ്റെയും ഒരു ഡൗൺ ക്വാർക്കിൻ്റെയും കോമ്പിനേഷനെയാണ് നമ്മളൊരു പ്രോട്ടോൺ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു പ്രോട്ടോണിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് ലെറ്റ് ഇറ്റ് ബി സം 1 femtometer. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇതിൽ ഈ ഒരു ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്വാർക്സിൻ്റെ കേസിൽ നമ്മൾ പറഞ്ഞു നമ്മൾ നാച്ചുറലായിട്ട് ഒബ്സർവ് ചെയ്യുന്ന പാർട്ടിക്കിൾസ് എല്ലാം കളർലെസ് ആണ്. അതുകൊണ്ട് തന്നെ ഇതിലൊരു ക്വാർക്കിൻ്റെ കളർ റെഡായിട്ടും അടുത്ത ബ്ലൂ ആയിട്ടും അടുത്ത ഗ്രീനായിട്ടും ഞാൻ അസ്യൂം ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഈ ഹാഡ്രോൺസിൻ്റെ കേസിൽ ഈ അപ്പ് ക്വാർക്കുകൾ തമ്മിൽ ഇൻട്രാക്ഷൻ ഉണ്ട്. ഇവ എന്തിനെ എക്സ്ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു? ഗ്ലൂവോൺസിനെ എക്സ്ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഈ അപ്പ് ക്വാർക്ക് വേണമെങ്കിൽ അതിൻ്റെ റെഡ് കളർ ആയതുകൊണ്ട് തന്നെ വേണമെങ്കിൽ ഇതിൽ നിന്ന് റെഡ് ഗ്ലൂവോണിനെ എക്സ്ചേഞ്ച് ചെയ്യാം. അതായത് ഒരു റെഡ് അപ്പ് ക്വാർക്ക് വേണമെങ്കിൽ ഒരു ഗ്ലൂവോണിനെ എക്സ്ചേഞ്ച് ചെയ്യാം. ആ ഗ്ലൂവോണിൻ്റെ കളർ RB' ആണെങ്കിൽ നമുക്ക് ഈ അപ്പ് ക്വാർക്കിൻ്റെ കളർ ചേഞ്ച് ചെയ്ത് എന്താകും? ഇത് UB ആവും അല്ലേ? ഒരു റെഡ് കളറുള്ള അപ്പ് ക്വാർക്ക് RB' എന്ന് പറയുന്ന ചാർജുള്ള ഗ്ലൂവോണെ എക്സ്ചേഞ്ച് ചെയ്തുകൊണ്ട് ബ്ലൂ കളറിലേക്ക് വരാം. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്കും ഈ പ്രോസസ്സ്, അതായത് ഇത് RB' എമിറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ UR എന്നുള്ളത് ചേഞ്ച് ചെയ്ത് എന്താകും? ഇത് UB ആകും. അതേസമയം ഈ UB ഈ കളർ RB' അബ്സോർവ് ചെയ്യുമ്പോഴേക്കും ഇതിൻ്റെ കളർ എന്താകും? ഇത് റെഡ് കളറാകും. ഇതുപോലെ തന്നെ വേണമെങ്കിൽ ഈ UBയും DGയും ഇത് നിങ്ങൾ നോക്കുമ്പോഴത്തേക്ക് വേണമെങ്കിൽ ഈ അപ്പ് ക്വാർക്കിന് വേണമെങ്കിൽ ഒരു BG' എമിറ്റ് ചെയ്യാം. ആ BG' ഇത് അബ്സോർവ് ചെയ്തുകൊണ്ട് ഇതിൻ്റെ കളർ ബ്ലൂ കളറായിട്ട് മാറും. അപ്പോൾ ഈ രീതിയിൽ ഇതിൻ്റെ ഈ ഓരോ ക്വാർക്സിൻ്റെ കേസിലും കളേർഡ് ഗ്ലൂവോൺസിൻ്റെ എക്സ്ചേഞ്ച് പോസിബിൾ ആണ്. കറസ്പോണ്ടിങ് ഇതിൻ്റെ കളറിന് വ്യത്യാസം ഉണ്ടാകാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ കഴിയും, നിങ്ങളിപ്പോൾ ഒരു റെഡ് കളറുള്ള ഒരു അപ്പ് ക്വാർക്ക് പറയുമ്പോഴേക്കും നമ്മളിവിടെ ഇലക്ട്രോൺ ഫോട്ടോൺസിനെ വെർച്വലായിട്ടുള്ള ഫോട്ടോൺസിനെ എമിറ്റ് ചെയ്തെന്ന് പറയുന്ന പോലെ തന്നെ
നമുക്ക് വേണമെങ്കിൽ ഈ ഗ്ലൂവോൺ ഈ ഒരു അപ് ക്വാർക്കിനെ ഏതിനെ എമിറ്റ് ചെയ്തുകൊണ്ടിരിക്കാം. ഇത് പലതരത്തിലുള്ള ഇത് ഗ്ലൂവോൺസിനെ എമിറ്റ് ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഗ്ലൂവോൺസിനെല്ലാം ഒരു കളറുണ്ട്. അപ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് നിങ്ങൾ ഈ ഒരു ഹാർഡ്രോണിൻ്റെ സൈസ് ഈ ഒരു ഹാർഡ്രോൺ സൈസിൽ നോക്കുമ്പോഴേക്കാണ് നമ്മൾ ഇതിനെ ഇപ്പോൾ നിങ്ങളൊരു റെഡ് കളറിൽ നിങ്ങൾക്ക് ഒബ്സർവ് ചെയ്യാൻ കഴിയുന്നത്. ഇറ്റ് മീൻസ് ദീസ് റെഡ് ക്വാർക്സ് എമിറ്റ് വിർച്വൽ RB bar colored gluons and it spreads its red charge over a larger volume of space. അല്ല, ഇപ്പോൾ ഇതിൻ്റെ റെഡ് ചാർജ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഇത്രയൊരു പർട്ടിക്കുലർ വോളിയം നിങ്ങളുടെ 3 dimensional വോളിയം ഒരു സ്പിയർ നിങ്ങൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അത്രയും വോളിയത്തിലാണ് ഇതിൻ്റെ ഒരു റെഡ് ചാർജ് വ്യാപിച്ചു കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു പർട്ടിക്കുലർ വോളിയത്തിനകത്തേക്ക് നിങ്ങൾ എൻ്റർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഒബ്സർവ് ചെയ്ത് നിങ്ങൾക്ക് ഫീൽ ചെയ്യപ്പെടുന്ന എഫക്റ്റീവ് റെഡ് കളർ എന്ന് പറയുന്നത് കുറവായിരിക്കും. കാരണം നിങ്ങളുടെ റെഡ് കളർ ഇത്രയും ഒരു സ്പിയറിലായിട്ട് സ്മീഡ് ഔട്ടാണ്. ഇപ്പോൾ ഇത്രയും ഏരിയയിലേക്ക് ഇത്രയും വോളിയത്തിലേക്ക് അത് വ്യാപിച്ചു കിടക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോൾ കാണുന്ന അത്രയും ഒരു റെഡ് കളർ എഫക്റ്റ് നിങ്ങൾ ഇതിനകത്ത് ഫീൽ ചെയ്യണമെന്നില്ല. കാരണം ഇത് പല ഇത്രയും വോളിയത്തിലായിട്ട് വ്യാപിച്ചു കിടക്കുന്നുണ്ട്. So, if we sample the quarks interaction over a radius small compared with 1 femtometer, we observe only a small fraction of its color charge and it appears only very weakly bound or nearly free. So, we can explain the property of asymptotic freedom, that is the free movement at short distances using quantum chromodynamics. So, we have explained the property of asymptotic freedom. Now we can examine the behavior of quark interactions as the separation is increased. ഇവിടെ നമ്മൾ ഒരു പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും നമ്മൾ വരച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് തമ്മിലുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇൻട്രാക്ഷനാണ് നമ്മളിവിടെ ചെക്ക് ചെയ്യുന്നത്. നമുക്കറിയാം പോസിറ്റീവ് ചാർജ് നെഗറ്റീവ് ചാർജ് ആകുമ്പോഴേക്കും നമുക്കിവിടെ കുറേ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് നമുക്ക് വരയ്ക്കാൻ കഴിയും. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ആണ് ഈ വരച്ചിരിക്കുന്നത്. ആൻഡ് ദി ഡെൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ത്രൂ എനി സർഫസ് ഈസ് പ്രൊപ്പോർഷണൽ ടു ദി ഇലക്ട്രിക് ഫീൽഡ് അറ്റ് ദാറ്റ് ലൊക്കേഷൻ. നമുക്ക് വേണമെങ്കിൽ ഈ രണ്ട് ചാർജുകൾക്കിടയിലുള്ള ഡിസ്റ്റൻസ് നമുക്ക് ഇൻക്രീസ് ചെയ്യാം. പക്ഷേ നമുക്കറിയാം ഇത് ഓപ്പോസിറ്റ് ചാർജാണ്. ഇവ നമ്മളുടെ അട്രാക്ഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ അഡീഷണൽ ആയിട്ട് ഫോഴ്സ് കൊടുത്തുകൊണ്ട് മാത്രമാണ് നമുക്ക് ഇവയ്ക്കായിട്ടുള്ള ഡിസ്റ്റൻസ് നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ കഴിയത്തുള്ളൂ. അപ്പോൾ ആ തരത്തിൽ നമ്മളൊരു അഡീഷണൽ ആയിട്ട് ഫോഴ്സ് കൊടുത്തുകൊണ്ട് ഈ രണ്ട് ചാർജസിനെ സെപ്പറേറ്റ് ചെയ്യുന്നതാണ് നമ്മൾ ഈ താഴേക്ക് വരച്ചു വെച്ചിരിക്കുന്നത്. നമുക്ക് നോക്കിയാൽ അറിയാൻ പറ്റും കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ഈ തമ്മിലുള്ള ഡിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ചിട്ട് നമുക്ക് ഈ ഒരു പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത് ഡിക്രീസ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിൻ്റെ നമ്പർ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എന്ത് ചെയ്യും പെർ യൂണിറ്റ് ഏരിയ വിൽ ഡിക്രീസ്. അപ്പോൾ അതാണ് നമ്മൾ ഈ വരച്ചു വെച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കളർ ഫീൽഡിൻ്റെ കേസിലുള്ള ഡിഫറൻസ് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ വരുന്ന മെയിൻ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇവിടെ എക്സ്ചേഞ്ച് ചെയ്യപ്പെടുന്നത് വിർച്വൽ ഫോട്ടോൺസിനെയാണ്. ഫോട്ടോൺസ് തമ്മിൽ എന്തില്ല, ഫോട്ടോൺസ് എന്ന് പറഞ്ഞാൽ ന്യൂട്രൽ പാർട്ടിക്കിൾ ആയതുകൊണ്ട് തന്നെ ഫോട്ടോൺസ് തമ്മിലുള്ള ഇൻട്രാക്ഷൻ ഇല്ല. പക്ഷേ നമ്മൾ ക്വാർക്സിൻ്റെ കേസിലേക്ക് വരുമ്പോഴേക്കും ഇവിടെ എക്സ്ചേഞ്ച് ചെയ്യപ്പെടുന്നത് ഗ്ലൂവോൺസ് ആണ്, കളേർഡ് ഗ്ലൂവോൺസ് ആണ്. അതുകൊണ്ട് തന്നെ ഗ്ലൂവോൺസിന് കളർ ഉണ്ടായതുകൊണ്ട് തന്നെ ഗ്ലൂവോൺസ് തമ്മിലുള്ള ഇൻട്രാക്ഷൻ പോസിബിൾ ആണ്. ഗ്ലൂവോൺ ഇൻട്രാക്ഷൻ ഫോഴ്സസ് ദി കളർ ഫീൽഡ് ലൈൻസ് ഇൻ ടു എ നാരോ ട്യൂബ്. ഇവിടെ നിങ്ങൾ നോക്കി അറിയാൻ പറ്റും. ഇവിടെ നമുക്ക് കിട്ടിയത് ഈ രീതിയിലുള്ള സ്പ്രെഡ് ചെയ്തിട്ടുള്ള ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ആണ് നമ്മളിവിടെ വരച്ചു വെച്ചത്. ഗ്ലൂവോൺസ് തമ്മിലുള്ള ഇൻട്രാക്ഷൻസ് ഉണ്ടായതുകൊണ്ട് നമുക്ക് ഫീൽഡ് ലൈൻസിനെ ഏതാണ്ട് ഈ രീതിയിലാണ് നമുക്കിവിടെ റെപ്രസെൻറ്റ് ചെയ്യാൻ കഴിയുന്നത്. ഹിയർ ആൾസോ ദി ഫോഴ്സ് ഇസ് റെപ്രസെൻറ്റഡ് ആസ് ദി ഡെൻസിറ്റി ഓഫ് ഫീൽഡ് ലൈൻസ് ക്രോസിംഗ് ദി സർഫസ്. അപ്പോൾ ഇവിടെയും നമ്മൾ ഇത് സ്ട്രോങ് ഫോഴ്സ് ആണ്. അപ്പോൾ ഇത് ഒരു രണ്ട് കോർക്സിനിടയിൽ ഒരു സ്ട്രോങ് ആയിട്ടുള്ള അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ രണ്ട് കോർക്സിനെയും സെപ്പറേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, അഡീഷണൽ ആയിട്ട് നമ്മൾ ഫോഴ്സ് കൊടുക്കേണ്ടി വരും. അപ്പോൾ നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ട് മാത്രമേ ഈ രണ്ട് ക്വാർക്സിനെ സെപ്പറേറ്റ് ചെയ്യാൻ കഴിയത്തുള്ളൂ. പക്ഷെ അങ്ങനെ സെപ്പറേറ്റ് ചെയ്യുമ്പോഴും ഈ ഫീൽഡ് ലൈൻസ് എന്ന് പറയുന്നത് സ്പ്രെഡ് ഔട്ട് ആവില്ല. പക്ഷെ ഇവിടെ സംഭവിക്കുന്നത് നമ്മൾ ഈ ക്വാർക്സിനെ നമ്മൾ കൂടുതൽ ഡിസ്റ്റൻസിലേക്ക് നമ്മൾ കൊണ്ടുപോകുമ്പോഴേക്കും നമുക്ക് വളരെയധികം ഫോഴ്സ് നമ്മൾ കൊടുക്കേണ്ടി വരും. when we try to separate these quarks to large distances, the work will eventually exceed the production threshold for creation of a QQ-bar pair, resulting in the formation of a meso. ഈ രണ്ട് ക്വാർക്സിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന വർക്ക് ഡൺ എന്ന് പറയുന്നത് ഒരു പുതിയ, നിങ്ങൾ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഇവിടെ
പുതിയൊരു ക്വാർക്ക് ആൻറ്റി ക്വാർക്ക് പെയർ ക്രിയേറ്റ് ചെയ്യാൻ ആവശ്യമായ എനർജിക്ക് ഈക്വലൻ്റ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ രണ്ട് ക്വാർക്സിനെയും കൂടുതൽ നമ്മളിതിൽ അഡീഷണൽ ആയിട്ട് വർക്ക് കൊടുത്തുകൊണ്ട് ഇൻഡിവിജ്വൽ ക്വാർക്സിനെ സെപ്പറേറ്റ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കുകയാണെങ്കിലും നമ്മൾ അതിനാവശ്യമായ വർക്ക് ഡൺ വളരെ കൂടുതലായതുകൊണ്ട് തന്നെ ആ എനർജി ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ എന്തുണ്ടാകും? ഒരു ക്വാർക്ക് ആൻറ്റി ക്വാർക്ക് പെയർ ഉണ്ടാകും സ്വാഭാവികമായിട്ടും. എന്നിട്ട് അപ്പോൾ അങ്ങനെ വരുമ്പോഴേക്കും ഇത് രണ്ടും കൂടെ ചേർന്ന് എന്താകും? ഒരു ഹാഡ്രോൺ ആകും. ഇത് ചേർന്ന് അടുത്തൊരു ഹാഡ്രോൺ ആകും. Thus, putting energy into a nucleus in an attempt to liberate a quark is expected to create new mesons. ഇതും സാധാരണ എക്സാമിന് ചോദിക്കാറുള്ളതാണ്. നമുക്ക് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ക്വാർക്സിനെ എന്തുകൊണ്ടാണ് ഒബ്സർവ് ചെയ്യാൻ കഴിയാത്തെന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ഒരു ഹാഡ്രോണിൽ നിന്ന് അല്ലെങ്കിൽ ഹാഡ്രോണോ മെസോണോ എന്തോ ആയിക്കോട്ടെ, അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾ ക്വാർക്സിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ കൂടുതൽ എനർജി കൊടുക്കുമ്പോഴേക്കും ആ എനർജി ഉപയോഗിച്ചുകൊണ്ട് പുതിയ ഒരു ക്വാർക്ക് ആൻറ്റി ക്വാർക്ക് പെയർ ഫോം ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരിക്കലും ഇൻഡിവിജ്വലായ ക്വാർക്കുകളെ ഒബ്സർവ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ എത്ര എനർജി കൊടുത്താലും കറസ്പോണ്ടിങ് ആയിട്ട് ആ എനർജി ഉപയോഗിച്ചുകൊണ്ട് പുതിയൊരു ക്വാർക്ക് ആൻറ്റി ക്വാർക്ക് പെയർ ഫോം ചെയ്യുകയും അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഇപ്പോൾ ഇവിടെ നിങ്ങൾ ഒരു ക്വാർക്കും ഒരു ആൻറ്റി ക്വാർക്കുമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതൊരു മെസോണാണ്. അപ്പോൾ അതുകൊണ്ട് ഈ മെസോണിൽ നിങ്ങൾ കൂടുതൽ ഫോഴ്സ് കൊടുത്ത് ഈ രണ്ട് ക്വാർക്കിനെ ആൻറ്റി ക്വാർക്കിനെ സെപ്പറേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു. പക്ഷെ സംഭവിക്കുന്നത് എന്താണ്? വീണ്ടും ഒരു ക്വാർക്ക് ആൻറ്റി ക്വാർക്ക് പെയർ കൂടി ഫോം ചെയ്യുകയും അങ്ങനെ കറസ്പോണ്ടിങ് ആയിട്ട് രണ്ട് മെസോൺസ് ഫോം ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ദി ക്വാർക്സ് ആർ പെർമനൻ്റ്ലി കൺഫൈൻഡ് ഇൻ ഹാഡ്രോൺസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ക്വാർക്സിൻ്റെ റെസ്റ്റ് മാസിന് പ്രത്യേകിച്ച് ഇമ്പോർട്ടൻസ് ഒന്നുമില്ല. കാരണം നമുക്ക് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ക്വാർക്സിനെ ഒബ്സർവ് ചെയ്യാൻ കഴിയില്ല. നമ്മൾ പ്രോട്ടോൺസിൻ്റെ ന്യൂട്രോൺസിൻ്റെ കേസിൽ അതിൻ്റെ റെസ്റ്റ് മാസ് നമ്മൾ പറയാറുണ്ട്. കാരണം നമുക്ക് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള പ്രോട്ടോണിനെ ന്യൂട്രോണിനെ നമുക്ക് ഒബ്സർവ് ചെയ്യാം, നമുക്ക് അല്ലെങ്കിൽ അത്തരത്തിൽ ഐസൊലേറ്റ് എടുക്കുക പോസിബിളാണ്. പക്ഷേ ക്വാർക്സിൻ്റെ കേസിൽ ക്വാർക്സ് നമുക്ക് 2 ക്വാർക്ക് കോമ്പിനേഷനായിട്ടോ 3 ക്വാർക്ക് കോമ്പിനേഷനായിട്ടോ മാത്രമേ നമുക്ക് അതിനെ ഒബ്സർവ് ചെയ്യാൻ കഴിയത്തുള്ളൂ. ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ക്വാർക്കിനെ നമ്മൾ ഒബ്സർവ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു ക്വാർക്കിൻ്റെ റെസ്റ്റ് മാസ് എന്ന് പറയുന്നതിന് പ്രത്യേകിച്ച് മീനിങ് ഒന്നുമില്ല. പിന്നീട് നമ്മൾ പറയാറുള്ളത് കോൺസ്റ്റിറ്റ്യൂവൻറ്റ് ക്വാർക്ക് മാസ് ആണ്. ഇറ്റ് ഈസ് ദി എഫക്റ്റീവ് മാസ് ഓഫ് എ ക്വാർക്ക് വെൻ ഇറ്റ് ഈസ് ഫൗണ്ട് ഇൻ എ ഹാഡ്രോൺ. അതായത് നമ്മൾ പല കോമ്പിനേഷൻ, അതായത് നിങ്ങൾ മെസോൺസ് എന്ന് പറഞ്ഞ ക്വാർക്ക് ആൻറ്റി ക്വാർക്ക് കോമ്പിനേഷൻ ആണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ അപ്സിലോൺ പാർട്ടിക്കിൾ എന്ന് പറയുന്നത് ഒരു ബോട്ടം ക്വാർക്കിൻ്റെയും അതിൻ്റെ ആൻറ്റി ക്വാർക്കിൻ്റെയും കോമ്പിനേഷനാണ്. അതുപോലെ തന്നെ സൈ പാർട്ടിക്കിൾ എന്ന് പറയുന്നത് ചാം പാർട്ടിക്കിളിൻ്റെയും അതിൻ്റെ ആൻറ്റി ക്വാർക്കിൻ്റെയും കോമ്പിനേഷനാണ്. ഫൈ പാർട്ടിക്കിൾ എന്ന് പറയുന്നത് സ്ട്രെയിഞ്ച് ക്വാർക്കിൻ്റെയും അതിൻ്റെ ആൻറ്റി ക്വാർക്കിൻ്റെയും കോമ്പിനേഷനാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കൊരു അപ്സിലോൺ പാർട്ടിക്കിളിൻ്റെ മാസ് അറിയാമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ എക്സാക്ട്ലി ഹാഫ് ആയിരിക്കും ഒരു ബോട്ടം ക്വാർക്കിൻ്റെ മാസ് എന്നുള്ള ഒരു അസംപ്ഷൻ നമുക്ക് എടുക്കാം. അപ്പോൾ അത്തരത്തിൽ ആണ് നമ്മൾ ക്വാർക്സിൻ്റെ കേസിലുള്ള കോൺസ്റ്റിറ്റ്യൂവൻറ്റ് ക്വാർക്ക് മാസ് നമ്മൾ പറയാറുള്ളത്. അപ്പോൾ ഒരു ടോപ്പ് പാർട്ടിക്കിളിൻ്റെ അതുകൊണ്ട് തന്നെ മാസ് ഓഫ് എ ബോട്ടം ക്വാർക്ക് വിൽ ബി ഈക്വൽ ടു ഹാഫ് m(c²). ഇറ്റ് വിൽ ബി അപ്രോക്സിമേറ്റ്ലി സം 4.7 giga ഇലക്ട്രോൺ വോൾട്ട് ആണ്. ഇതുപോലെ തന്നെ സൈ ക്വാർക്കിൻ്റെ മാസിൽ നിന്ന് ചാം ക്വാർക്കിൻ്റെ കോൺസ്റ്റിറ്റ്യൂവൻറ്റ് മാസം അതിൻ്റെ ക്വാർക്ക് മാസം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. നമുക്ക് കിട്ടുന്നത് ഇറ്റ് ഈസ് അപ്രോക്സിമേറ്റ്ലി സം 1.5 giga ഇലക്ട്രോൺ വോൾട്ട് ആണ്. And we can also calculate the mass of a strange quark. It is around 500 million electron volt. ഇനി അപ്പ് ക്വാർക്കിൻ്റെയും ഡൗൺ ക്വാർക്കിൻ്റെയും കേസിൽ ഇതിൻ്റെ പ്യുവർ കോമ്പിനേഷൻ നമ്മൾ ഒബ്സർവ് ചെയ്യാനുള്ള പലതും അപ്പ് ക്വാർക്കിൻ്റെയും ഡൗൺ ക്വാർക്കിൻ്റെയും ഒരു കോമ്പിനേഷനായിട്ടാണ് നമ്മൾ, അതായത് യു ബാറിൻ്റെയും ഡി ബാറിൻ്റെയും ലീനിയർ കോമ്പിനേഷനായിട്ടാണ് നമ്മൾ ഒബ്സർവ് ചെയ്യാറുള്ള പാർട്ടിക്കിൾസ്. ഫോർ എക്സാമ്പിൾ ρ0യും ഒമേഗയൊക്കെ ആണെങ്കിൽ ഇതിൻ്റെ കോൺസ്റ്റിറ്റ്യൂവൻസ് എന്ന് പറയുന്നത് യു ബാറിൻ്റെയും ഡി ബാറിൻ്റെയും കോമ്പിനേഷൻസിനെയാണ് നമ്മൾ ρ0 പാർട്ടിക്കിൾ അല്ലെങ്കിൽ ഒമേഗ പാർട്ടിക്കിൾ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ മാസ് അറിയാമെങ്കിൽ അതിൽ നിന്ന് നമുക്ക് വേണമെങ്കിൽ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള യുവിൻ്റെ അല്ലെങ്കിൽ ഡിയുടെ മാസ് എത്രയാണെന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. നമുക്ക് കിട്ടുന്നത് വെച്ചാൽ ഇറ്റ് ഈസ് ആൾമോസ്റ്റ് ഇതിൻ്റെ രണ്ടിൻ്റെയും മാസ് ആൾമോസ്റ്റ് ഈക്വൽ ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. കാരണം നമുക്കറിയാം ഒരു ന്യൂട്രോണും പ്രോട്ടോണും തമ്മിലുള്ള ന്യൂട്രോൺ എന്ന് പറയുന്നത് ഒരു അപ്പ് ക്വാർക്കിൻ്റെയും ഡൗൺ ക്വാർക്കിൻ്റെയും കോമ്പിനേഷനാണ്. പ്രോട്ടോൺ എന്ന് പറയുന്നത്
രണ്ട് അപ്പ് ക്വാർക്കിൻ്റെയും ഒരു ഡൗൺ ക്വാർക്കിൻ്റെയും കോമ്പിനേഷനാണ്. നമുക്കറിയാം ന്യൂട്രോണിൻ്റെയും പ്രോട്ടോണിൻ്റെയും മാസ് ആൾമോസ്റ്റ് ഈക്വൽ ആണ്. ഓഫ് കോഴ്സ് ദി മാസ് ഓഫ് എ ന്യൂട്രോൺ ഈസ് ഹയർ ദാൻ ദാറ്റ് ഓഫ് എ പ്രോട്ടോൺ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അപ്പ് ക്വാർക്കിൻ്റെയും ഡൗൺ ക്വാർക്കിൻ്റെയും മാസും ആൾമോസ്റ്റ് ഈക്വൽ ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. ഇറ്റ് ഈസ് ആൾമോസ്റ്റ് ഈക്വൽ ടു സം 350 മില്യൺ ഇലക്ട്രോൺ വോൾട്ടാണ്. ഈ രീതിയിൽ നമുക്ക് ക്വാർക്സിൻ്റെ കേസിൽ അതിൻ്റെ കോൺസ്റ്റിറ്റ്യൂവൻറ്റ് മാർക്ക് ക്വാർക്ക് മാസ് നമ്മൾ പറയാം. അപ്പോൾ ഇതൊരു റെസ്റ്റ് മാസ് അല്ല. നിങ്ങൾ അതിൻ്റെ ഒരു ഏതെങ്കിലും രണ്ട് കോമ്പിനേഷൻ, അതായത് ഒരു ബി ബാറോ അല്ലെങ്കിൽ സി ബാർ അങ്ങനെയുള്ള കോമ്പിനേഷൻ അറിയാമെങ്കിൽ ആ പാർട്ടിക്കിളിൻ്റെ മാസിൻ്റെ പകുതി നമ്മൾ ഇൻഡിവിജ്വലായിട്ട് ക്വാർക്കിൻ്റെ മാസമായിട്ട് എടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ക്വാർക്ക് ഡൈനാമിക്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഗ്രാൻഡ് യൂണിഫൈഡ് തിയറി ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.